കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് ബലമായി, മനസ്സിന് ധൈര്യമായി തീരത്തക്ക നിലയിൽ നമ്മുടെ അവസ്ഥയറിഞ്ഞ്, നമ്മുടെ സാഹചര്യങ്ങളറിഞ്ഞ് വ്യക്തവും ശക്തമായി സംസാരിക്കുന്ന മഹാകരുണയുള്ള ദൈവത്തിൻ്റെ നാമം ഇന്നും മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് സംഖ്യാപുസ്തകം 17 അധ്യായം 5 വാക്യം, ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെഴുത്ത. പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി ഈ ദൂത് പകരുക. തളിർക്കുവാൻ ഒരു സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ ഒരു തളിർപ്പ് സ്വർഗം വെളിപ്പെടുത്താൻ പോവുക. ഉണങ്ങിയ ഇടത്തു നിന്ന് തളിർപ്പ് വെളിപ്പെടുത്തുന്ന ദൈവം തെരഞ്ഞെടുത്തവർ തളിർക്കും. നിന്ദിക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ പൈതലേ നീ തളിർക്കും. പരിഹസിക്കുന്നവരുടെ നടുവിൽ നീ തളിർക്കും. പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഞാൻ തളർക്കുവാനുള്ള വാഗ്ദത്തങ്ങളുടെ ദൂത് എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വിതച്ചിട്ടുണ്ട്. അത് പുറത്തു വരുവാൻ, ഞാൻ വിശ്വാസത്തിൽ ഒന്ന് തളർക്കുവാൻ, എൻ്റെ പ്രാർത്ഥനയിൽ ഒരു തളർപ്പുണ്ടാകുക, എൻ്റെ പ്രത്യാശയിൽ ഒരു തളർപ്പുണ്ടായ നിശ്ചയവ. എന്നോട് ദൈവം പറഞ്ഞതും എന്നെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ പദ്ധതി സമ്പൂർണമായി ജനമധ്യേ നിന്ദിച്ചവരുടെ നടുവിൽ ഞാൻ തളർക്കുന്നത് കാണും. ആ നിലവാരത്തിൽ എൻ്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ കർത്താവ് നിവൃത്തിയാക്കുമെന്ന് ആഴമായി വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് ദൂത് വെളിപ്പെടുത്തുക. ദൈവം എന്നെ തെരഞ്ഞെടുത്തത് ഞാൻ തളിർക്കുവാനാ, ഞാൻ ഉണങ്ങിപ്പോകുവാനോ, ഞാൻ നശിച്ചു പോകുവാനോ ആഗ്രഹിക്കുന്നവർ കാണും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയം എപ്പോഴും എന്നെക്കുറിച്ച് പറയുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം, എൻ്റെ കർത്താവിൻ്റെ പദ്ധതി മുഴുവൻ ഞാൻ തളിർക്കുവാനാ. ദൈവത്തിൻ്റെ പൈതലേ, ഉണങ്ങിയ ഇടത്ത് ഒരു തളിർപ്പിത സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. 17 അധ്യായം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കാണുവാൻ നമുക്ക് കഴിയും. അഹരോൻ്റെ വടി തളിർത്തു. ആ വർഷങ്ങൾ കൊണ്ടെടുക്കേണ്ട ഒരു പദ്ധതിയല്ലേ, മാസങ്ങളും വർഷങ്ങളും വേണം അത് ആ രീതിയിൽ ഒന്ന് രൂപപ്പെട്ടു വരാൻ. എന്നാൽ ഒരു രാത്രി കൊണ്ട് ദൈവം അഹരോൻ്റെ വടിയെ തളർപ്പിച്ചു എന്ന് കർത്താവിൻ്റെ വചനം ശക്തവും സ്പഷ്ടമായി വ്യക്തമാക്കുക. അവിടെ മണ്ണില്ല, വെള്ളമില്ല, വളമില്ല, സൂര്യപ്രകാശമില്ല, ഒരു കമ്പ് തളർക്കുവാൻ വേണ്ടതൊന്നും അവിടെയില്ല. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ സാന്നിധ്യം ആ തലത്തിൽ, ആ മേഖലകളിൽ ഇതാ ദൈവം തെരഞ്ഞെടുത്തു എന്ന് അറിയിക്കത്തക്ക നിലയിൽ സാക്ഷ്യപ്പെടുത്തുന്ന നിലവാരത്തിൽ ഒരു തളിർപ്പ് അവിടെ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ആയിരിക്കുന്ന ഇടം സാധ്യതകൾ ഒന്നുമില്ല, ഇതുപോലെ ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥ, ഇല്ല എന്ന് പറയുന്ന സാഹചര്യം. പക്ഷേ ദൈവം തെരഞ്ഞെടുത്തതുകൊണ്ട്, കർത്താവിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഞാൻ തളർക്കും. ഇന്ന് പകൽ പൂർണ്ണമായി വചനം വിശ്വസിക്കട്ടെ. ഒരു രാത്രി കൊണ്ട് എൻ്റെ ജീവിതസ്ഥിതിയെ മാറ്റുക ശക്തിയുള്ള ദൈവം. ഒരു രാത്രി കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ശക്തനായ ദൈവത്തെ ഇന്ന് വിശ്വസിക്കുക. എന്നെ വിളിച്ചത് ഈ അവസ്ഥയിൽ തുടരുവാനല്ല, എന്നെ വിളിച്ചത് ഈ അവസ്ഥയിൽ ജീവിക്കുവാനല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു തളർപ്പുണ്ട്. ശത്രു കാണുക, ഞാൻ
തളർക്കും. നിന്ദിക്കുന്നവരുടെ നടുവിൽ ഞാൻ തളർക്കും. ഞാനൊരു പരിഹാസമായി തീരുമെന്നല്ല, ഞാനൊരു പരിഹാസ വിഷയമായി മാറുന്നല്ല. ആയുഷ്കാലം മുഴുവൻ ഞാൻ ഇങ്ങനെ നിന്ന വഹിക്കുന്ന ഒരു പാത്രമായി മാറുന്നല്ല. എൻ്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തതുകൊണ്ട്, എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചതുകൊണ്ട് നിശ്ചയമാ എൻ്റെ ജീവിതത്തിൽ ഒരു തളർപ്പുണ്ട്. ദൈവത്തിൻ്റെ വൈതലേ, കർത്താവിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആർക്കും ഉണക്കിക്കളയാൻ കഴിയത്തില്ല. അന്തരീക്ഷം ഏതുവാകട്ടെ, കാലാവസ്ഥ ഏതുവാകട്ടെ, ചുറ്റുപാട് ഏത് സ്ഥിതിയിലായിരിക്കട്ടെ, പക്ഷെ ഇന്ന് പകൽ പ്രാർത്ഥനയിൽ തളർക്കുവാൻ, വിശ്വാസത്തിൽ തളർക്കുവാൻ, പ്രത്യാശയിൽ തളർക്കുവാൻ ഇടയായാൽ നിശ്ചയമാ എന്നോടുള്ള ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും തളർക്കും. ആ നിലയിൽ സാഹചര്യങ്ങളെ ദൈവം ക്രമീകരിക്കാൻ പോകുന്നു. അത്ഭുതവാ, വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ അത്ഭുതവാ 17-ാം അധ്യായ സംഖ്യാപുസ്തകം. അതുപോലെ എൻ്റെ ജീവിതവും അത്ഭുതമായി മാറും. എൻ്റെ ജീവിതം ഉണങ്ങിപ്പോകുമെന്നുള്ള വാഗ്ദത്വമല്ല, വരണ്ടു പോകുന്ന വാഗ്ദത്വമല്ല. ഞാൻ തളർക്കും, എൻ്റെ തലമുറ തളർക്കും. അത് ഞാൻ കാണും. പൂർണ്ണമായി ദൂത് വിശ്വസിക്കട്ടെ. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. ഏതവസ്ഥയിലും മാറ്റം വരുത്തുവാൻ ശക്തിയുള്ള ഞങ്ങളുടെ കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങൾ ഏത് വരൾച്ചയുടെ തലത്തിലാണെങ്കിലും ഒരു സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുന്ന ഒരത്ഭുതം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ വിടുതലുകൾ നടക്കട്ടെ, ദൈവപ്രവർത്തികൾ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൻ്റെ മേഖലയിൽ നിന്ന് മാറുവാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് സഹായിക്കും. ദൈവമേ, അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.